സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കക്കയിറച്ചി റോസ്റ്റാണ്. നല്ല രുചിയുള്ള കക്ക റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കക്കയിറച്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1/2 കിലോ കക്കയിറച്ചിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ ചെറിയ കക്ക ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുന്നത് ശ്രമകരമായ ജോലിയാണ്. ഇത് ഇങ്ങനെ അമർത്തി അതിനുള്ളിലെ കറുപ്പ് കളയാം, അല്ലെങ്കിൽ വളരെ ഈസിയായി വേറൊരു രീതിയിലും കക്ക വൃത്തിയാക്കാം. കക്ക നല്ലപോലെ കഴുകി കുറച്ചെടുത്ത് പലകയിൽ വെച്ച് ചപ്പാത്തി റോളർ കൊണ്ട് ഉരുട്ടുക. ഇനി ഇത് വാരി ഒരു പാത്രത്തിലാക്കി വെള്ളമൊഴിച്ച് നല്ലപോലെ ഉലച്ച് കഴുകിയാൽ കക്കയിലെ മാലിന്യം പെട്ടെന്ന് നീക്കം ചെയ്യാൻ കഴിയും. കക്കയിൽ കല്ലും മണ്ണും ഉള്ളതുകൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കണം. ക്ലീൻ ചെയ്ത കക്കയിറച്ചി മാറ്റിവെക്കുക. ഇനി റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഫ്രഷായി പൊടിച്ചത്, പെരിഞ്ജീരകം പൊടിച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, സവാള ചെറുതായി നുറുക്കിയത്, കറിവേപ്പില, ചെറിയ ഉള്ളി 2ആയി മുറിച്ചത്, പച്ചമുളക് എന്നിവയാണ്. ഇനി നമ്മൾക്ക് കക്ക വേവിക്കാൻ വയ്ക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു മൺചട്ടി വയ്ക്കുക. മൺചട്ടിയിലേക്ക് വൃത്തിയാക്കിയ കക്കയിറച്ചി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഫ്രഷായി പൊടിച്ച കുരുമുളകും ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. സിമ്മിൽ അടച്ച് വേവിക്കുക. വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കേണ്ടത്. കക്കയിൽ നിന്നും വെള്ളം ഊറി വരും. ആ വെള്ളത്തിൽ കിടന്ന് കക്ക വെന്ത് വരും. അടിപ്പിടിക്കാതിരിക്കാൻ മൂടി തുറന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. 15 മിനിറ്റ് സമയമെടുക്കും കക്ക വെന്ത് വരുവാൻ. വെള്ളം വറ്റി കക്ക വെന്തു കഴിഞ്ഞാൽ വേവിച്ച കക്കയിറച്ചി മാറ്റിവെക്കുക. ഇനി ഒരു പാൻ വയ്ക്കുക. പാനിലെ വെള്ളമയം പോയ ശേഷം 1/2 കപ്പ് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് കക്കയിറച്ചിക്ക് സ്വാദ് കൂടുന്നത്. എണ്ണയിലേക്ക് 1/2 കപ്പ് തേങ്ങ കൊത്തിട്ട് വറുക്കുക. തേങ്ങ മൂത്ത് വന്നാൽ കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 കപ്പ് ചെറിയ ഉള്ളി 2ആയി മുറിച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. ഉള്ളി ഒന്ന് വാടിയാൽ 2 സവാള നുറുക്കിയത് ചേർക്കുക. സവാള നല്ലപോലെ വഴറ്റുക. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 3 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് വഴറ്റുക. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് സിമ്മിൽ വയ്ക്കണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞ് റോസ്റ്റിന് കയ്പ്പ് അനുഭവപ്പെടും. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കക്കയിറച്ചി ചേർക്കുക. സിമ്മിൽ വെച്ച് നല്ലപോലെ മുരിച്ചെടുക്കുക. ഇളക്കാനുള്ള സൗകര്യത്തിന് കുറച്ചുകൂടി വലിയ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മസാലയും കക്കയും കൂടി നല്ലപോലെ ബ്ലെൻഡായി മുരിയണം. ഇനി നമ്മൾക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടിച്ച കുരുമുളക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. എണ്ണ പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. ഒരിക്കലും കൂടുതൽ ഉപ്പ് ആദ്യം തന്നെ ചേർക്കരുത്. ഉപ്പ് പോരെങ്കിൽ പിന്നീട് ചേർക്കാമല്ലോ. കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ കക്കയിറച്ചി നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കക്കയിറച്ചി റോസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി സെർവ് ചെയ്യാം. കുറച്ച് സവാള വട്ടത്തിൽ അരിഞ്ഞത് വെച്ച് അലങ്കരിക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ല രുചിയുള്ള കക്ക റോസ്റ്റ് റെഡി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.